ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ശരിക്കും എന്താ പറ്റിയത്? ഞാനായിട്ട് തന്നെയാണല്ലോ ദൈവമേ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് കുട്ടികളുടെ ചോറ് പാത്രം പോലും ഭാഗ്യ വെക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും എനിക്ക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എല്ലാവർക്കും മുന്നിൽ ഞാനിപ്പോ ഒരു പരിഹാസപാത്രമായിട്ട് മാറുവാണോ? അറിയില്ല. എനിക്കിപ്പോ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ശ്യാമക്കുഞ്ഞ്, പൊന്നി ചേച്ചി, പൊന്നി ചേച്ചി, എന്താ കുഞ്ഞ്? എനിക്കറിയില്ല പൊന്നി ചേച്ചി, പക്ഷെ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. കുട്ടിയുടെ ഭക്ഷണകാര്യങ്ങളൊക്കെ കുഞ്ഞ് മറക്കാത്തതാണല്ലോ. എല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് ഉറപ്പിക്കാനായി ഒന്നുകൂടെ ബാഗ് തുറന്ന് നോക്കിയിട്ടേ കുട്ടിയെ പറഞ്ഞു വിടാറുള്ളൂ. ആ കുഞ്ഞിന് ഇതെന്ത് പറ്റി? പൊന്നി ചേച്ചി, കുട്ടികൾക്ക് രണ്ടുപേർക്കും ചോറ് ഞാനാ എടുത്തേ. പക്ഷെ ഞാനത് ബാഗിലേക്ക് എടുത്തു വെച്ചില്ല. അതിനു മുൻപ് എന്റെ ഓർമ്മ എവിടെയോ പോയി. കുട്ടികളപ്പോ ഇത്രയും നേരം വിശന്നിരിക്കണ്ടേന്ന് ഓർത്താവും ശാരദാമ്മ വഴക്കു പറഞ്ഞത്. അത് കാര്യമാക്കണ്ട, അമ്മമാരല്ലേ, വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അങ്ങ് കരുതിയാ മതി. അല്ല, പൊന്നി ചേച്ചി എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? സത്യാമ്മ ചെറിയൊരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കടകളിൽ കുടിൽ വ്യവസായം പോലെ പലഹാരങ്ങളൊക്കെ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകും. കടകളിൽ നിന്നൊക്കെ ഓർഡർ എടുക്കേണ്ടത്. ഇവിടെ 1-2 കടകളുണ്ട്. അവിടെ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓർഡർ കിട്ടിയാ ഇന്ന് കൊടുക്കുന്നതിന്റെ ഒപ്പം കൊടുക്കാലോ. ഇവിടെ എത്തിയപ്പോഴാ ഓർത്തെ നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണല്ലോ എന്ന്. അപ്പൊ പിന്നെ എല്ലാരെയും ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ശ്യാമക്കുഞ്ഞ് ഒരു ദിവസം അങ്ങോട്ടൊന്ന് ഇറങ്ങ്. സത്യാമ്മയും രാഘവൻ സാറിനൊക്കെ ഒന്ന് കാണാലോ. എന്നെ കണ്ടാ സത്യമ്മ ബഹളം വെക്കും. മനസ്സാകെ ചത്തിരിക്കുക പൊന്നി ചേച്ചി. ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല. മരിക്കാൻ നോക്കിയിട്ട് അതിനുള്ള ധൈര്യവും ഇല്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാനിത് ആർക്ക് വേണ്ടിയിട്ടാ ഈ ജീവിക്കുന്നതെന്ന്. രോഹിത് സാറുമായിട്ടുള്ള പ്രശ്നങ്ങള് പറഞ്ഞു തീർക്കാതിരുന്ന വെറുതെ എന്തിനാ മനസ്സിലിങ്ങനെ വഴക്കം വെച്ചോണ്ട് മുമ്പോട്ട് പോകുന്നത്? ഞങ്ങളുടെ വഴക്ക് അങ്ങനെയൊന്നും തീരില്ല പൊന്നു ചേച്ചി. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കാറേയില്ല. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാം വലിയ വലിയ കാര്യങ്ങളാ. അത് പക്ഷെ ഒത്തുതീർപ്പ് ചർച്ചയിലൊന്നും പരിഹരിക്കാവുന്നതുമല്ല. വഴക്കും ബഹളവും ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവാൻ നോക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. എനിക്ക് പോവാൻ സമയമായി. പറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി വഴക്കിന്. പൊന്നു ചേച്ചി, എല്ലാം ശരിയാകുന്നേ. ശരിയാകാതെ എവിടെ പോവാനാ?